അല്ല ഇതാരാ? ചീരപ്പ മൂപ്പനോ? വരണം. അടിയനെ വിളിപ്പിച്ചത്? എന്താ മൂപ്പ ഇങ്ങനെ? ഇനി ഇവിടെ അടിയന് ഉടയനും ഒന്നുമില്ല. നീ എന്താ നോക്കിയിരിക്കുന്നത്? ഇടയന്മാരുടെ മൂപ്പം നിൽക്കുന്ന കണ്ടില്ലേ? നീ ആ സിംഹാസനം എടുത്തിട്ട് കൊടുക്കൂ. അങ്ങോട്ടിരുന്നാട്ടെ. അയ്യോ അടിയൻ, നമ്മളൊക്കെ ഇനി ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ? എനിക്ക് പറ്റിയ അബദ്ധങ്ങളൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. ഇരിക്കുമോപ്പാ. അടുത്ത കാലത്ത് അങ്ങനെ ആരെ ഇതുപോലെ ഇരുത്തിയിട്ടില്ല. വേണ്ടപ്പെട്ടവരെ സൽക്കരിക്കാതിരിക്കാനോ കൂടാ? അടിയൻ ഇരിക്കുന്നേ. എടാ വേലു, അടിയൻ കുറുക്കാൻ ചെല്ലവിടെ. നീ എന്നെ തടഞ്ഞു നിർത്താറായോടാ? അടിയൻ രണ്ടി, നീയൊക്കെ എന്റെ മണ്ണിൽ കിടന്നുകൊണ്ട് എനിക്കിവിടെ തലമുക്കിയല്ലേ? വേലു, ഇന്നിരുട്ടുന്നതിന് മുമ്പേ എവന്റെയൊക്കെ ആലയും കുടിലും പൊളിച്ചു മാറ്റണം. കുട്ടനെയും കറുപ്പനെയും വിളിച്ചിട്ട് ഉടനെ പോയിക്കോ. അയ്യോ തമ്പുരാനെ, അവിടുന്ന് ഇറക്കി വിട്ട അടിയങ്ങൾ എങ്ങോട്ട് പോകും? ആറ്റും പറ്റത്തിന് എവിടെ കൊണ്ടുവന്ന് കയറ്റും? നിന്റെയൊക്കെ അമ്മയുടെ നെഞ്ചത്തോട്ട് കയറ്റടാ. നിന്റെ കുടിൽ ആദ്യം പൊളിക്കാനാണ് കൽപ്പന. പൊന്നോടിയാരെ, കുടിൽ പൊളിച്ചാൽ അടിയങ്ങൾ എങ്ങോട്ട് പോകും? അന്തി ഉറങ്ങാൻ ആകെയുള്ളത് ഈ കൂരയാ. ഇന്ന് മുതൽ നാട്ടുവഴിയിൽ എവിടെയെങ്കിലും കിടന്നുറങ്ങിയാ മതി. പ്രായം തെളിഞ്ഞു നിൽക്കുന്ന ഈ പെങ്കൊച്ചിനെയും കൊണ്ട് നാട്ടുവഴിയിൽ എങ്ങനെ കഴിയും? എന്നാ എന്റെ കൂടെ അയച്ചേക്ക്, ഞാൻ കിടത്തിക്കോളാം. താനെന്താ പറഞ്ഞതാ? അരുത് മുത്തയ്യ, ഈ വീട്ടുമുറ്റത്ത് വെച്ച് വഴക്കുണ്ടാക്കരുത്. നമ്മൾ പാവങ്ങളാ, എതിർക്കാൻ നമുക്കിന്ന് ശക്തിയില്ല. നാളെ നീയൊക്കെ അങ്ങ് വിഴുങ്ങിക്കളയുമായിരിക്കും. നോക്കി നിൽക്കാതെ അങ്ങോട്ട് കയറി പൊളിക്കണടാ. നിർത്തി. ആരാടാ കുടിൽ വിളിക്കാൻ വന്നിരിക്കുന്നത്? ഞങ്ങൾ മാടമ്പി അദ്ദേഹത്തിന്റെ വേലക്കാരാണ്. ഞങ്ങളോട് കൽപ്പിച്ചപടി ചെയ്യാൻ വന്നല്ലേ ഉള്ളൂ. തലമുറകളായി മലയോരത്ത് കഴിയുന്നവരാണിവർ. ഇവരെ ഇറക്കി വിടുന്നത് നീതിയാണോ? മച്ചമ്പി, ഇവന്മാരോടൊന്നും നല്ല വാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ആരൊക്കെയാടാ കുടിൽ വിളിക്കാൻ വന്നിരിക്കുന്നത്? ചൂടെ ഉണ്ടെങ്കിൽ മുന്നോട്ട് പാടാ. അയ്യോ, ജമ്പൂൾ നഗരത്താ ഞങ്ങൾ പൊളിക്കത്തില്ല. വേലിയിരിക്കുന്ന പാമ്പിനെടുത്ത് ആരെങ്കിലും കഴുത്തി വെച്ചിട്ടോ? ഞാനാണെ കഷായം കുടിച്ചോണ്ടിരിക്കാം. ആരാണ് അത് വിളിച്ച് താഴെയിട്ടത്? ഞാൻ എടുത്തു വെച്ചേക്കാം. ജമ്പു, 1-ന് 10 ഇവന്മാര് പോയി മാളമ്പിയോട് പറയും. അദ്ദേഹം പോലീസിനെ വിളിപ്പിക്കും. ഈ പാളയവും പൊളിപ്പിക്കും. പിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോകും? അത് നമുക്ക് മാടമ്പിയോട് തന്നെ ചോദിച്ചു കളയാം. മലയോരത്തിന് ആടിന് മേയ്ക്കാൻ പാടില്ലെന്നാണ് കൽപ്പനയെങ്കിൽ മാടമ്പിയുടെ വീട്ടുമുറ്റത്ത് മേയ്ക്കാം. ചിരപ്പെണ്ണ എല്ലാ ഇടയന്മാരെയും ആട്ടുമറ്റങ്ങളെയും വിളിക്കും. ഈ പടയെല്ലാം കൂടെ എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണെന്നാ തോന്നുന്നത്. പോയി പഠിപ്പിലടിക്കടാ. മുത്തയെ ചവിട്ടി തുറക്കടായി വാതിൽ. വേണ്ട, നമ്മൾ ചവിട്ടി തുറന്ന പരാതിയാവും. അപ്പാ, ഞാൻ തുറപ്പിച്ചു തരാം. മണിയാ വാടാ. മണിയാ, ആ മതില് കണ്ടോ? അത് ചാടിക്കിടന്ന് അകത്ത് പോയി വാതിൽ തുറക്കണം. പോ. അടിച്ചു വരട്ടെ. മണിയനാടും കിണിയനാടും ഇവിടെ ഉണ്ട്. ഈട് മേടിക്കാത്തവരുണ്ടെങ്കിൽ മുന്നോട്ട് വന്നാൽ മതി. എന്താ ഇത്? ആട്ടും പറ്റത്തെ അടിയങ്ങളുടെ അമ്മയുടെ നെഞ്ചത്ത് അടിച്ചു കയറ്റാനല്ലേ കൽപ്പിച്ചത്? അവിടെ സ്ഥലമില്ലേ? അതുകൊണ്ടാ ഇങ്ങോട്ട് അടിച്ചു കയറ്റിയത്. ജമ്പു, ഇവിടെ ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലേ? ജീവിക്കാൻ സമ്മതിക്കാത്ത ഞങ്ങളല്ല, നിങ്ങളാണ്. കുടിലുകൾ പൊളിച്ചവർ ഇറക്കി വിടാൻ ആളെ വെച്ചത് നിങ്ങളല്ലേ? അതെ, എന്റെ സ്ഥലത്ത് നിന്ന് ആരെ എപ്പോ വേണമെങ്കിലും ഇറക്കി വിടാൻ എനിക്ക് അവകാശമുണ്ട്. ഒരു സൂചി കുത്താൻ പോലും സ്വന്തമായ സ്ഥലമില്ലാത്ത ഞങ്ങൾ എവിടെ പോവും? എവിടെയെങ്കിലും പോയി തൊലയിടാ. അങ്ങനെ പോകാൻ ഇവർ മൃഗങ്ങളല്ല, മനുഷ്യരാണ്. ചിരപ്പെണ്ണ,
ആടുകൾ അടിച്ചു വീട്ടിലേക്ക് അകത്ത് കയറ്റി. വലിയ വീടാണ്, ധാരാളം സ്ഥലമുണ്ട്. ഇരപ്പ അരുത്, അരുത്. പിന്നെ അടിയെങ്കിൽ എന്ത് ചെയ്യണം പറ. നിങ്ങൾ ഇതുവരെ കഴിഞ്ഞിടത്ത് തന്നെ കഴിഞ്ഞോളൂ. അവിടെ നിന്ന് ഇനി ഇറക്കി വിടുമോ? ഇല്ല. കുടിൽ പൊളിക്കുമോ? ഇല്ല, കര കുടിശ്ശേക്ക് ഇനി ആടുകളെ പിടിച്ചോണ്ട് പോകുമോ? ഇല്ല, ഇല്ല, ഇല്ല. പോരെ. ഇരപ്പെണ്ണ, ഈ വലിയ വീട്ടിൽ കിടന്നാൽ നമുക്ക് ഉറക്കം വരില്ല. നമുക്ക് നമ്മുടെ കൊച്ചുപൂര മതി. എല്ലാരും വരണം. തലമുറകളായി സമാധാനമായിട്ട് കഴിഞ്ഞൊരു ഗ്രാമമാണിത്. ഇവിടെ ഇപ്പോഴീ കുഴപ്പങ്ങൾക്ക് എന്താണ് കാരണം? യമനെ, പണ്ടുള്ള മാടമ്പിമാർ മനുഷ്യപ്പറ്റുള്ളവരായിരുന്നു. പാവപ്പെട്ടവന്റെ വിശപ്പും ദാഹവും അവർ മനസ്സിലാക്കിയിരുന്നു. പിടിച്ചുമറിയാണ് ഏമാനെ ഇന്ന് ഇവിടെ നടക്കുന്നത്. എത്ര നാളുകളുടെ സഹിക്കും? ഏമാനെ, ഞങ്ങൾ ജനിച്ചു വളർന്ന മണ്ണാണിത്. ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കണം. മൂന്തമ്പിള്ളേ, എവന്റെ എല്ലാം അടിമയായിട്ട് ഞാൻ ഈ നാട്ടിൽ ജീവിക്കില്ല. നിലയ്ക്ക് നിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് വേറെ വഴിയറിയാം. അങ്ങത്തെ ഞങ്ങളും അടിമകളല്ല. രണ്ട് ഭാഗക്കാരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നാട്ടിൽ സമാധാനം നിലനിർത്തേണ്ടത് ഞങ്ങളുടെ ചുമതലയാണ്. ഇവന്മാരുള്ളിടത്തോളം കാലം ഈ നാട് ഗതി പിടിക്കില്ല മൂന്തമ്പിള്ളേ. ഞങ്ങളല്ല നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ? ഒരു മണി നെല്ലോ ഒരു തരി ഉപ്പോ നിങ്ങൾക്ക് വിളയിക്കാൻ പറ്റുമോ? അതിന് ചങ്കുളുക്കും. മറ്റുള്ളവർ മനുഷ്യരാണെന്നെങ്കിലും കരുതണ്ടേ ഏമാനെ? നിങ്ങൾ ഇങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമുക്ക് ഈ വഴക്ക് ഇവിടെ അവസാനിപ്പിക്കണം. നീതി ആരുടെ ഭാഗത്താണെന്ന് നോക്കിയിട്ട് യമാൻ ഇഷ്ടം പോലെ ചെയ്യണം. മൂന്തൻപിള്ള ഇട്ടിരിക്കുന്ന ഈ ഉടുപ്പ് ഊരിക്കാനും തിരിച്ചു വാങ്ങിക്കൊടുക്കാനും ഞാൻ തെക്ക കൊട്ടാരം വരെ ഒന്ന് പോയാൽ മതി. നിങ്ങൾ തെക്കേ കൊട്ടാരത്തിൽ എത്തിയില്ലെങ്കിലോ? നിർത്തൂ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ നേരിട്ട് ചോദിക്കാൻ പോകണ്ട. ഞങ്ങൾ അങ്ങോട്ട് വഴക്കിന് പോകില്ല യമാനെ. വന്നാൽ വിടുകയുമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടായാൽ എന്നെ അറിയിക്കും. ഞാൻ പരിഹാരം ഉണ്ടാക്കി തരാം. പോരെ? നിങ്ങൾ എല്ലാവരും പോയിക്കൊള്ളൂ. മൂന്തമ്പിള്ളേ, നിങ്ങൾക്ക് ഞാനാണോ അതോ ആ എരപ്പാളികളാണോ വലുത്? ക്ഷമിക്കണം, എനിക്ക് നീതിയാണ് വലുത്. നീ എന്താടാ തരയണത്? ബാപ്പാന്റെ കഠാര കടാരി ആരെ കുത്തി കൊല്ലാനാടാ? ജമ്പുലിംഗത്തിന് എന്റെ റബ്ബേ, ഇതാ കിട്ടി. നില്ലടാ അവിടെ. നീ ജമ്പുലിംഗത്തിനെ കൊല്ലാൻ പോണത് നമ്മളെ കൊന്നിട്ട് വേണം. നിന്റെ വാപ്പ വാദം വന്ന് താർന്നു കിടന്നപ്പോ ഈ വീട്ടിൽ കഞ്ഞി വയ്ക്കാൻ സഹായിച്ചത് അവന്റെ അപ്പനാണ്. പക്ഷെങ്കിൽ ഇന്ന് അയാളുടെ മോൻ നമ്മുടെ ശത്രുവാ. ശത്രുവാരും മിത്രവാരും തിരിച്ചറിയാൻ നിനക്ക് ബഹരമില്ലടാ. അത് നമ്മൾ നോക്കിക്കോളാം. ഏതായാലും ഈ കത്തി കൊണ്ട് അവനെ കൊല്ലാൻ നമ്മൾ സമ്മതിക്കില്ല. കയ്യെന്ന് വിട്. ഇല്ല, നമ്മൾ വിടില്ല. എടാ, നീ പൊയ്ക്കോ. നാട്ടിലുള്ള നല്ല മനുഷ്യന്മാരെയല്ല നീ പിണക്കിയ. ഒടുവിൽ നമ്മുടെ മയ്യത്തെടുക്കാൻ പോലും ആരും ഉണ്ടാവില്ല. ഒന്ന് എളുപ്പാട്ടറാ മൂസാക്കുട്ടി, ഈ പോക്ക് നല്ലതിനല്ല. നമ്മൾ നോക്കിക്കോളാം. ജമ്പുലിംഗത്തിന്റെ രോമത്തെ തൊടാൻ ഞങ്ങളുള്ളപ്പോ ഒപ്പിലിടാം മൂസ. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ നാക്ക് വായി കിടക്കില്ലേ? നീ ഓടിയോണം. നിങ്ങൾ പോയി കഞ്ഞി കുടിക്കും. പോരേ. മോനെ മൂസാക്കുട്ടി, നീ ജനിക്കുന്നതിന് മുമ്പേ ഉണ്ടായവരാണ് ഞങ്ങളല്ല. ചന്തയിൽ വെച്ചേ നിന്നോട് ഞാൻ പറഞ്ഞു വിലക്കി. നിന്റെ വാപ്പയും ഞങ്ങളും തമ്മിലുള്ള ബന്ധം നീ മറക്കരുത് മോനെ. നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരാളേ ഉള്ളൂ നാട്ടില്, നമ്മുടെ മോലാടി മാട്ടാട് പിള്ളാങ്ങുന്നു. ആ തമ്പുരാന്റെ നാലുകെട്ടും മൂസാക്കുട്ടിക്ക് പതിച്ചു തരാൻ പോവായിരിക്കും. ആലേ, അതിനെ വിട്ട് വർത്താനം പറയരുത്. കോപിക്കാതെ. മൂക്കത്താണോ ദേഷ്യം? മാലി, നീ എന്തിനാ മാലി വെറുതെ ആളെ ചൂടുപിടിപ്പിക്കുന്നത്? മൂസാക്കുട്ടി ചൂടാവുന്നത് കാണാൻ ഏന് വലിയ ഇഷ്ടമാ. പിണക്കമാണോ? മൂസാക്കുട്ടി നന്നാവണമെങ്കിൽ ഈ നാട്ടിലുള്ളവരെ കാണാൻ കണ്ണുണ്ടാവണം. ഞമ്മളെ ഉണ്ടാക്കാൻ ആരും നോക്കണ്ട. ഏനൊന്ന് നോക്കട്ടെ, ഈ പുലിക്കുട്ടിയെ ആട്ടിൻകുട്ടിയാക്കാൻ ഒക്കുമോ എന്ന്. അമ്മച്ചി, പാലിന്റെ കാശ് വാ മോളെ. മുത്തയ്യ, ആ മാലിപ്പെണ്ണ് മൂസയോട് വർത്താനം പറയുമ്പം
നിനക്കെന്താ ഒരു വെപ്രാളം? ഒന്ന് പോടാ.